ആദിത്തമ്പുരാനെ കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ. നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീതജ്ഞൻ രമേശ് നാരായണൻ. ഈശ്വര, ഞാനിനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ചത്താണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനോഭാവം ആ സമയത്ത് എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ വായിച്ചെടുക്കാവുന്നതാണ്. അവിടെ പങ്കെടുത്ത എല്ലാവർക്കും വായിച്ചെടുക്കാവുന്നതാണ്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത രീതിയിൽ നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക്. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്നത് കേൾക്കാൻ സൗകര്യമില്ല. ഒരു യുവനടനെ അപമാനിക്കുന്ന രീതിയിൽ ജനസംസാരം അങ്ങനെയാ. പക്ഷേ രമേശ് നാരായണനെ എന്തോ അലക്ഷ്യമായി ഇത് കയ്യിലേക്ക് വാങ്ങുകയാണ്. എന്നിട്ട് അതിനുശേഷം ചുറ്റുന്നു ആസിഫ് അലിയോട് നീ പൊക്കോ എന്ന് പറയുന്നു. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. അതിനുശേഷം ചുറ്റും നോക്കി തനിക്ക് അവാർഡ് നൽകാൻ യോഗ്യന്മാരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ എന്ന് നോക്കുന്നു. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ തനിക്ക് നൽകാൻ യോഗ്യത ഉണ്ട് എന്ന് കരുതുന്ന സംവിധായകൻ ജയരാജിന്റെ നിന്ന് വാങ്ങി തനിക്ക് ഈ അവാർഡ് നൽകൂ എന്ന് പറയുന്നു. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ഒന്നും മിണ്ടാതെ? എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത്? ഒരൗചിത്യവുമില്ലാത്ത ഒരാളായി തരം താഴ്ന്നു ആ ഘട്ടത്തിൽ പ്രഗത്ഭ സംഗീതജ്ഞൻ രമേശ് നാരായണൻ. വേണ്ട സാറേ, കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നത് സംബന്ധിച്ച് അദ്ദേഹം ഒരു വിശദീകരണം ഈ മിനിറ്റ് വരെ, ഈ നിമിഷം വരെ നൽകിയിട്ടില്ല. കേട്ടോ, തന്നെയാ വിളിക്കുന്നത്. ആസിഫ് അലി ഓടി വരുന്നു. ആസിഫ് അലി വരുന്നു. ആസിഫ് അലി ഞാൻ വാങ്ങിച്ചു. അപ്പൊ ഞാൻ കണ്ടതോ? ചോദിച്ച കേട്ടില്ലേ? ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു? പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ. അപ്പോൾ ഒറ്റയ്ക്കല്ല, ജയരാജും കൂടെ ഈ വേദിയിൽ വരണം. വേണ്ട വേണ്ടെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞാ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ജയരാജ് വരുന്നു. ജയരാജ് വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫ് അലി ഇല്ല അവിടെ. ഞാനൊരു മര്യാദക്കാരനാ, പക്ഷേ ചിലപ്പോ എനിക്ക് രക്തത്തിളപ്പുണ്ടാവും. പിന്നെ മോക്കം അടച്ച തല്ല്. അല്ല, സാറിന് തല്ലൂന്നല്ല, എന്നാലും രക്തം തിളച്ച തല്ലി പോവും. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചു. എന്താ? ഒന്നുമില്ല, മനസ്സ് പതറരുത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.